മൂവാറ്റൂർ നഗരസഭാ കൗൺസിലിന്റെ ആദ്യ യോഗത്തിൽ തന്നെ ഭരണപക്ഷത്തിന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. നിലവിലുള്ള ജീവനക്കാരെ ആരെയും പരിഗണിക്കാതെ പുറത്തുനിന്ന് നഗരസഭാ ചെയർപേഴ്സൺ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറെയും പണം കൊടുത്ത് നിയമിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷവും സ്വതന്ത്ര കൗൺസിലർ KS ജയകൃഷ്ണനും ചേർന്ന് പൊളിച്ചത്. മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലിന്റെ ആദ്യ യോഗത്തിൽ തന്നെ ഭരണപക്ഷത്തിന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. നിലവിലുള്ള ജീവനക്കാരെ ആരെയും പരിഗണിക്കാതെ പുറത്തുനിന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറെയും പണം കൊടുത്ത് നിയമിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവും സ്വതന്ത്ര കൗൺസിലർ KS ജയകൃഷ്ണൻ നായരെ സസ്പെൻഡ് ചെയ്യാനുള്ള ശ്രമവും വെറുതെയായി. മൂവാറ്റുപുഴ തെക്കുംമൂട്ടിൽ ആൻ അലീന ജിമ്മിയെ നഗരസഭാ ചെയർപേഴ്സന്റെ പേഴ്സണൽ അസിസ്റ്റന്റായും കൂട്ടാശ്ശേരിപ്പുരയിൽ CP പ്രജ്വലാലിനെ ഡ്രൈവറായും നിയമിക്കാനായിരുന്നു അജണ്ട. അനുമതിക്കായി സർക്കാരിനെ സമീപിക്കാനും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാനും നിർദ്ദേശിച്ച വിയോജനക്കുറിപ്പോടെയാണ് അജണ്ട പൂർത്തിയാക്കിയത്. പുതിയ ഡ്രൈവർ നിയമനത്തിന്റെ അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെ നഗരസഭയിൽ എത്ര ഡ്രൈവർമാരുണ്ടെന്നതടക്കമുള്ള ജയകൃഷ്ണൻ നായർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ നൽകാതെ വന്നതോടെ കൗൺസിലിൽ ബഹളമായി. പുതിയ അജണ്ട വായിക്കാൻ തുടങ്ങിയതോടെ മൈക്ക് ഓഫാക്കിയും അജണ്ട പിടിച്ചെടുത്തും ജയകൃഷ്ണൻ പ്രതിഷേധിച്ചു. ഇതോടെ ചെയർപേഴ്സൺ റൂളിംഗ് നൽകി സസ്പെൻഡ് ചെയ്യുമെന്നും അറിയിച്ചു. സസ്പെൻഡ് ചെയ്തുകൊള്ളാനും ഓർഡറായി എഴുതിത്തരണമെന്നും അറിയിച്ചതോടെ ഭരണപക്ഷം വെട്ടിലായി. അജണ്ടയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തത് ചോദ്യം ചെയ്ത കൗൺസിലറെ പുറത്താക്കിയാൽ നടപടി മാറുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ഭരണപക്ഷം ഇടപെട്ടു. ഇതോടെ തീരുമാനത്തിൽ നിന്നും പിന്മാറി. നഗരസഭയിൽ 2 താൽക്കാലികക്കാർ അടക്കം 4 ഡ്രൈവർമാരുണ്ടെന്ന് സെക്രട്ടറി മറുപടി നൽകുകയും ചെയ്തു. 2 പുതിയ ജീവനക്കാർക്ക് വേണ്ടി മാസം 40,500 രൂപ ചെലവഴിക്കുന്നത് നഗരസഭയ്ക്ക് അധിക ബാധ്യതയാകുമെന്നും പ്രതിപക്ഷം വാദിച്ചു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.